തുടങ്ങ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്കണത് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചാച്ചനെ ഞാൻ എൻ്റെ കൂട്ടായിട്ടൂടെ ഇരുത്തിയിട്ടുണ്ടെന്നുള്ളൂ. എന്നാലും ചാച്ചന് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നോട് സംസാരിക്കുന്നു പറയണം, അതായത് ഞാൻ ചിലപ്പോൾ ഞാൻ സംസാരിക്കരുതെന്നല്ല. ഇപ്പോ എന്നെയോ എൻ്റെ മക്കളെയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചൻ അത് കേട്ടിരിക്കില്ല. അപ്പൊ കുറച്ച് എക്സ്ട്രീം ലെവലാവും, കുറച്ച് ഹൈപ്പർ ആവും. അപ്പോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ ഇരിക്കണതും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോ എന്റെ ഒരു എന്താ പറയാ കംഫർട്ട് ലെവല് ഒന്ന് ഹൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാച്ചനെ കൂടെ ഇരുത്തിയേക്കുന്നത്. അപ്പൊ നമ്മുടെ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഇഷ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും. ഞങ്ങളുടെ മോൻ ചെറുതായിട്ടൊന്ന് ചാച്ചനെ ചവിട്ടി. ആ ഒരു വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്വന്തം അപ്പനെ ചവിട്ടി. ആ വീഡിയോ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് തൊട്ട് ഇതിന് മുമ്പ് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വിഷയം തുടങ്ങിയത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേരെന്താണെന്നോ ആ സ്ത്രീയുടെ യൂട്യൂബ് ചാനൽ എന്താണെന്നൊന്നും ഞാൻ ഞങ്ങളുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. വേറെ ഒന്നുകൊണ്ടല്ല, ഒരു അയൽക്കൂട്ടം അമ്മായി അല്ലെങ്കിൽ ഒരു അയൽക്കൂട്ടം ചേച്ചീനെ ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ആ സ്ത്രീ എൻ്റെ ഇവളുടെയും പേര് 10 പ്രാവശ്യം അനീഷ് അക്ഷയ നീ എത്ര ആക്രോശിച്ചാലും നിന്റെ പേരോ നിന്റെ ചാനലിന്റെ പേരോ ഈ ചാനലിൽ ഞാൻ പറയില്ല. കാരണം അതിനുള്ള മഹിമയൊന്നും നിനക്കില്ല. നീ വല്ലവരും വിട്ട വളിക്ക് വിളിയാക്കുന്ന ഒരു സ്ത്രീയാണ്, മനസ്സിലായ? അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് സ്വന്തം കണ്ടന്റ് എങ്കിലും ഉണ്ട്. എന്ത്? ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങളുടെ കണ്ടന്റ്. നീ ചെയ്യണ പണി എന്താ? പണ്ട് അയൽക്കൂട്ടത്ത് കുറെ അമ്മായിമാരി ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അപ്പുറത്തുള്ള കുട്ടി ഇപ്പുറത്ത് പറയും, ഇപ്പുറത്തുള്ള അപ്പുറത്ത് പറയും. ഓക്കെ, അത് നീ ഫോൺ എടുത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ ഇരുന്ന് അപരാധിക്കുക, നീ ഇരുന്ന് അങ്ങ് കുണച്ചോണ്ടിരിക്കുക. ഓക്കെ, അതിന്റെ താഴെ നിന്റെ മെന്റാലിറ്റിയുള്ള കുറെ സ്ത്രീകളുണ്ടാവും. അവൻ അങ്ങനെ, അവരെ കുടുംബം ഇങ്ങനെ, ഇവരെ കുടുംബം ഇങ്ങനെ. നീ അഹാനയുടെയും കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അഹാന, തനി മലയാളി, ഇങ്ങനത്തെ കുറെ കുടുംബത്തിലെ ചുഴുന്നു നോക്കിയിട്ട് കുറ്റങ്ങളുടെ പരിപാടിയില്ലേ? ഓക്കെ, ആ പരിപാടിയാണ് നിന്റെ. അതുകൊണ്ട് നിന്റെ ചാനലിന്റെ പേരോ നിന്റെ പേരോ ഈ ചാനലിൽ ഞാൻ പറയില്ല, മനസ്സിലായ? കാരണം ഈ ചാനലിനകത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടി ഇടുന്ന ചാനല. അല്ലാതെ നിന്റെ ഈ കുറ്റവും കുറവും നിന്റെ ഈ കൊണിച്ചം കാണാൻ എല്ലാവരും ഇരിക്കുന്നത്. ഓക്കെ, ബാക്കി നീ പറയും. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു അയൽക്കൂട്ടം സ്ത്രീയെ അയൽക്കൂട്ടം അമ്മായി ഓക്കെ, അത് ഞാൻ കുറച്ചൊന്ന് റെസ്പെക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഒരു റെസ്പെക്ട് പോലും ആ ഒരു ആളറിയിക്കുന്നില്ല. എന്നാ പോലും ഓക്കെ, നമ്മള് റെസ്പെക്ട് ചെയ്യണമല്ലോ എന്നാണ് വിചാരിച്ചത്. അത് വിട്ടേക്ക്, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണ്ട് ഈ കുറച്ച് അമ്മച്ചിമാരുണ്ടല്ലോ, നമ്മുടെ സ്വന്തം അടുപ്പ് പുകഞ്ഞില്ലെങ്കിലും മറ്റുള്ള അയൽവക്കത്തെ അടുപ്പ് പുകഞ്ഞോ എന്ന് എത്തി വലിഞ്ഞു നോക്കുന്ന ക്യാരക്ടറുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ സെയിം ആ ഒരു ക്യാരക്ടറാണ് ഈ ഒരു സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏത് ആരായാലും നിങ്ങൾ ആ സ്ത്രീയുടെ കമന്റും പോട്ടെ, പ്രൊഫൈലും നോക്കണേ. എല്ലാ പബ്ലിക്കിലും ഇടുന്ന കുറെ ഫാമിലി കണ്ടന്റ് എടുത്തുകൊണ്ട് അവിടെ ആ കൊച്ചു അപ്പിയിട്ടില്ല, ആ കൊച്ചിനെ സ്നഗ്ഗി മാറ്റിയില്ല, ആ വീട്ടിലേക്ക് ഇവർ കൊണ്ടുവന്നപ്പോ പലഹാരം കൊണ്ടുവന്നില്ല, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ ചുവന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഇവളുടെ കാര്യം പറഞ്ഞപ്പോ ഇവളുടെ അയൽക്കൂട്ടത്തിൽ ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ അവരെ അയൽക്കാരും അടുപ്പിക്കാറില്ല. കാരണം അയൽക്കൂട്ടത്തിൽ ഒരാൾ വരുമ്പോഴേക്കും ഇവളുടെ തള്ളയും കൂടെ എത്തി നോക്കുന്ന പറയണം അവിടെ നടക്കണേന്ന്. അപ്പൊ ആ ഒരു സ്വഭാവമുള്ള ഈ ഒരു സ്ത്രീ മൊബൈൽ വെച്ച് എന്ത് ചെയ്യും നമുക്ക് അറിയാലോ. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് അതിശയിക്കാനൊന്നുമില്ല. അപ്പൊ നീ നിനക്ക് അറിയാവുന്ന പണി നീ വൃത്തിക്ക് ചെയ്തോ. ഓക്കെ, പക്ഷെ ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട. ഇങ്ങോട്ടേക്ക് ഇറക്കിയാണ്ടല്ലോ. ഇതാണ് ഞാൻ. അതായത് എനിക്ക് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഈ അയൽക്കൂട്ടത്തെ ഞാൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല. അത് അന്നായാലും ഇന്നായാലും ഇവിടെ വന്ന് നിന്ന് ചിരിച്ചിട്ട് അപ്പുറത്ത് പോയി കുറ്റം പറയുന്ന വ്യക്തികളെ ഞാൻ അടുപ്പിക്കാറില്ല. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നവരെ അടുപ്പിച്ചിട്ടുമില്ല. അടിച്ചു പിരിഞ്ഞിട്ടേ ഉള്ളൂ, അടുപ്പിച്ചിട്ടില്ല. ഓക്കെ, അപ്പോ അന്നത്തെ ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് യാച്ചൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ത്രീയാണ് ഈ ഒരു ഇഷ്യൂ ഇത്രയും വഷളാക്കാനായിട്ട് കാരണം ഉണ്ടായത്. എൻ്റെ മോനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ പറയാൻ പാടില്ലാത്ത പല മോശം കമന്റ്സും. 4 വയസ്സ് ഇപ്പൊ കഴിഞ്ഞ മാസം 27 ആയിട്ടുള്ളൂ. ആ കൊച്ചിനെ കുറെ വേട്ടപ്പട്ടികൾക്ക് ഇവള് വീട്ടിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതി വന്ന കമന്റ്സ് ആണ് ആ കൊച്ചിനെ തല്ലി കൊല്ലണം എന്നൊക്കെ പറഞ്ഞ കമന്റ്സ് വായിച്ചടി. അത് വായിച്ചിട്ട് ഇവൾ അതിന് ലൈക്ക് കൊടുത്തേക്കുന്നു. അപ്പൊ ഈ ഒരു കമന്റ് ആണ്, മോളെ ഞാൻ കമന്റ് വായിക്കാം.
കുട്ടികളൊക്കെ തന്നെ. പക്ഷെ ഇമ്മാതിരി ബാധ കയറിയ സ്വഭാവം മുളയിലേ നുള്ളണം. പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴേ ഇമ്മാതിരി വെടക്ക് സ്വഭാവമൊക്കെ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇത് മഞ്ജു രാജു 1601 എന്നുള്ള ഒരു ഐഡിന്നാണ്. മഞ്ജു രാജു ആരും ആയിക്കോട്ടെ, അതാണോ പെണ്ണോ അതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യണ്ട. വേറൊരെണ്ണം വന്നേക്കണതാണ് കേട്ടോ. നല്ല തല്ല് തന്നെ ആ ചെക്കന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഞാൻ പറയട്ടെ, ഇവർക്ക് കമന്റ് ഇടാം, എന്ത് കമന്റ് ഇടാം, പക്ഷെ ഒരു കുട്ടീനെയാണ് ഈ മോശം പറയുന്നത്, ബാധ കയറിയത്, കണ്ടവന്റെ വഴിക്ക് വിളിയേക്കാനുള്ള ഇവളുടെ കമന്റ് ബോക്സിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നേക്കണ കുറച്ച് കമന്റ്സ് ഇവള് അപ്പാപ്പ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മള് പൊട്ടന്മാരും നല്ല ഗൈസ്, അപ്പാപ്പ് ഡിലീറ്റ് ചെയ്ത് ഞങ്ങൾ ചോറാണ് തിന്നണത്. പക്ഷെ നമുക്കെതിരെ വരുന്ന നെഗറ്റീവിനെല്ലാം അവള് ലൈക്ക് ഇടുന്നത്. ഇവളൊരു സ്ത്രീയാണ്, ഇവൾക്കൊരു കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഇവൾക്കൊരു കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ ആ കുഞ്ഞിനെയാണ് ഇതേപോലെ തല്ലിക്കൊല്ലണം, ബാധ കയറിയത് എന്നൊക്കെ പറയുമ്പോ ഇവള് കേട്ടിരിക്കോ? പബ്ലിക്കിൽ കാണിക്കല്ലേ? ഓക്കെ അവള് പറയൂട്ടോ, ഞാൻ എന്റെ കൊച്ചിനെ പബ്ലിക്കിലേക്ക് ഇട്ടു കൊടുക്കണില്ലാന്ന് പറയും. അത് വേറൊരു കാര്യം. ശരിയാണ്, ഞങ്ങൾ പാരന്റ്സ് ആണ് ഞങ്ങളുടെ മോനെ പബ്ലിക്കിലേക്ക് എക്സ്പോസ് ചെയ്തത്. ശരിയാണ്, പബ്ലിക്കിലേക്ക് എക്സ്പോസ് ചെയ്തെന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ വായിലിരിക്കണത് എന്റെ കുഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല എക്സ്പോസ് ചെയ്തത്. ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ സ്പോട്ടില് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, സോറി പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 10 മിനിറ്റ് വീഡിയോ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ പറയാം, ഈ സ്ത്രീ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളുടെ കോണ്ടന്റ് എടുത്തിട്ട് ഈ സ്ത്രീ എന്ത് ചെയ്യും, ആളുടെ വീഡിയോന്റെ താഴെ ഒരു 2 മിനിറ്റ് പോട്ടെ 1 മിനിറ്റിന്റെ ക്ലിപ്പിംഗ്സ് ഇടും. അതും കട്ട് ചെയ്തിട്ട് ക്ലിപ്പിംഗ്സ് ഇട്ടിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് ആ സ്ത്രീയുടെ ഒരു വിവരണമായിരിക്കും, ഈ കുട്ടിയുടെ വിവരണമായിരിക്കും. ആ വിവരണത്തിൽ വളച്ചൊടിക്കാവുന്നതിന്റെ മാക്സിമം വളച്ചൊടിക്കും. പിന്നെ ആൾക്ക് പറയാനുള്ളതിന്റെ എന്തൊക്കെയാ ആള് കരുതി കൂട്ടി വെച്ചേക്കണം, അല്ലെങ്കിൽ ആളായിട്ട് ഉണ്ടാക്കിയേക്കണ കുറെ സെന്റൻസസ് അല്ലെങ്കിൽ കുറെ ഇതുണ്ടാവല്ലോ, തോട്ട്സ് ഉണ്ടാവല്ലോ. നീ ആദ്യം റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നീ അവരുടെ അക്കൗണ്ട് കാണാം, അനന്തു വ്ളോഗ്സ്, സീക്രട്ട് ഏജന്റ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. റിയാക്ഷൻ ബ്ലോഗ് എന്തിനാ? റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുമ്പോൾ എന്താണോ ആ കണ്ടന്റ് ചെയ്ത ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ളത് അതാണ് ചെയ്യുന്നത്. ഗൈസിന് വ്യത്യാസം എന്ന് അറിയാമോ? ഗൈസ് എന്താണ് ആ കണ്ടന്റ് എടുത്ത് വെച്ച് പറഞ്ഞത് അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കൺവേ ആയിട്ടുണ്ട്. എന്താണെന്നുള്ളത് അതാണ് നീയും അയാളും നമ്മൾ അയൽക്കൂട്ടമ്മയും റിയാക്ഷൻ വീഡിയോ ചെയ്യണ ആളുകൾ വ്യത്യാസം അതാണ്. ഗൈസ് എന്തുകൊണ്ട് ഈ വീഡിയോ റിയാക്ട് ചെയ്തു? തുടങ്ങിയിട്ടത് ആരാണ്? ഈ ഒരു കുട്ടീനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഈ പറയുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ എന്തിനൊരു കുട്ടീനെ വെച്ച് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു? എനിക്ക് അതാണ് അറിയേണ്ടത്. എന്തെല്ലാം കണ്ടന്റ് ഉണ്ട് ഇവിടെ? ഇവിടെ ഇവളുടെ പപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, എന്റെ ഫാമിലി വരുന്നില്ല, ഇതൊക്കെ എന്തെല്ലാം കൊച്ചിനെ പറഞ്ഞുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്രയും വെറുക്കുന്നത്. നീ പറഞ്ഞില്ലേ ഗൈസും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഗൈസ് ആണായതുകൊണ്ടും ഞാൻ പെണ്ണായതുകൊണ്ടും ആണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മെയിൽ ഷോയിനിസ്റ്റ് കളിക്കുന്ന കാര്യമൊന്നുമില്ല. ഇതിലാണും പെണ്ണും എന്നൊന്നുമില്ല. ഗൈസ് മോശമായിട്ട് നിന്റെ കയ്യിലിരിപ്പിനുള്ള മറുപടി എനിക്ക് തരാൻ പറ്റുള്ളൂ, നീ അറിയിക്കുന്നതേ ഞാൻ തരുള്ളൂ. ഇതിപ്പോ ഈ ഒരു സ്ത്രീയാണ് ഇത് തുടങ്ങിയിട്ടുണ്ട്, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞാണ്, 4 വയസ്സ് തികഞ്ഞിട്ടുള്ള ഒരു മോനാണെന്നുള്ള ഒരു ചിന്ത പോലും ആ സ്ത്രീക്ക് ഇല്ലാണ്ട് ഒരു കുഞ്ഞിനെ പബ്ലിക്കിലേക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ആ കുഞ്ഞിനെ പറയാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തത് ആ ഒരൊറ്റ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേർക്കും ആ സ്ത്രീയുടെ അടുത്ത് ഇത്രയും ദോഷം കൊള്ളാൻ കാരണം. പിന്നെ നീ പറഞ്ഞു എന്താണ് കമന്റ് ബോക്സിൽ ഞാൻ തെറി പറയും, കൾച്ചറിൽ അതില്ല. ഓക്കെ, എന്റെ പാരന്റ്സ് എന്നെ അങ്ങനെ പഠിപ്പിച്ചെന്ന് വിചാരിച്ചോ? നിന്റെ പാരന്റ്സ് എന്താ പഠിപ്പിച്ചത്? ഈ അയൽക്കൂട്ടുള്ള ആൾക്കാരുടെ മൊത്തം വീഡിയോസിലും അയൽപ്പക്കത്തൊക്കെ എത്തി നോക്കിയിട്ട് വീഡിയോ എടുത്ത് അവരാധിക്കാനാണോ എന്നെ പഠിപ്പിച്ചത്? അതാണോ എന്റെ പാരന്റ്സിനെ പഠിപ്പിച്ചത്? എന്റെ പാരന്റ്സ് ഒക്കെ എന്റെ സ്വന്തം കാര്യം നോക്കാൻ പഠിപ്പിച്ചാണ്. ഞാൻ ആരുടെയും കുടുംബത്തിലേക്ക് എത്തി നോക്കിയിട്ട് അത് വീഡിയോ ഒക്കെ ഇടാൻ പഠിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. ഞങ്ങളുടെ സ്വന്തം കണ്ടന്റായിട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, എനിക്ക് എന്റെ ഫാമിലി തന്നെ മുഖ്യം. അല്ലാതെ നിന്നെ പോലെ അരി മേടിക്കാൻ വേണ്ടിയിട്ട് കരക്കാരുടെ ഫാമിലി എടുത്തു വെച്ചിട്ട് അവിടെ ആരാ മുള്ളിയെ, ഇവിടെ ആരാ തൂറിയെ, ഇത് നോക്കലല്ല എന്റെ പണി. മനസ്സിലായ? അവിടെയാണ് നീയും ഞാനും നമ്മൾ വ്യത്യാസം. പിന്നെ ഒരു കാര്യം, നീ മോണിറ്റൈസേഷൻ ഓണാക്കാൻ കേസ് പറഞ്ഞല്ലോ, യൂട്യൂബിന്റെ കേസ്. അത് യൂട്യൂബ് എന്റെ ഒരു ചാനലാണ്. ഹൾക്കൻസ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫാമിലി ആയതുകൊണ്ട് എൻ്റെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു ചാനൽ. അതില് ആ കുട്ടി പറയുന്നുണ്ട്, മോണിറ്റൈസേഷൻ ഓഫ് ആക്കിക്കൂടെ അനീഷേ,
അനീഷേ നിങ്ങൾക്ക് 3 പരസ്യം 4 പരസ്യമൊക്കെ വരുന്നില്ല അനീഷേ എന്നൊക്കെ കുറെ പറയുന്നുണ്ട് കേട്ടോ. മോണിറ്റൈസേഷൻ ഓൺ ആക്കണോ ഓഫ് ആക്കണോ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, എന്റെ ഇഷ്ടമാണ്. കാരണം യൂട്യൂബ് കൊണ്ടെടുക്കുന്ന വ്യക്തി ഞാനാണ്. ഈ മനുഷ്യൻ ഇവിടെ പട്ടിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് നോട്ട് പോയിന്റ് പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത്. അത് എന്റെ വരുമാനം നിന്റെ വരുമാനം യൂട്യൂബ് അപരാധമല്ല. അത് എന്റെ വരുമാനം നിന്റെ വരുമാനം. നാളെ യൂട്യൂബ് ഇല്ലെങ്കിലും ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്ത് പണിയാണെന്നുണ്ടെങ്കിലും മാന്യമായിട്ടുള്ള പണിയെടുത്ത് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളാണ്. അൽഹംദുലില്ലാ നമ്മൾ സെറ്റാണ്. നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യ ആയുസും കിട്ടിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയുള്ളൂ. നമുക്ക് ആന കുതിര മറ്റെന്താ വേണം, വലിയ മാളിക വേണം, കുറെ വലിയ കാർ വേണം, യൂട്യൂബിൽ ഇതൊക്കെ ഒഴിവാക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വേണം ഇങ്ങനെ. കാരണം ഈ റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, മാന്യമായിട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ഈ അയൽക്കൂട്ടം സ്വഭാവം ഉണ്ടല്ലോ, ഇത് വളരെ ചീപ്പാണ്. വളരെ ഒരു തേർഡ് റേറ്റ് ക്യാരക്ടറാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. എനിക്ക് ആ സ്ത്രീനെ പേഴ്സണലി അറിയില്ല, ആ സ്ത്രീക്ക് എന്നെയും പേഴ്സണലി അറിയില്ല. ഇപ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്ന് അറിയാൻ പോകും, മറ്റുള്ളവർക്ക് യൂട്യൂബ് കണ്ടന്റേഴ്സിന് കൊടുക്കുന്ന മെസ്സേജ് ഞാൻ ചെയ്യുന്ന പോലെ മറ്റുള്ള വീഡിയോയിലേക്ക് എത്തി നോക്കിയിട്ട് കണ്ടന്റ് എടുത്തു വെക്കൂ, അവരടിക്കൂ, പണം നേടൂ. ഇപ്പൊ നമ്മളിത് പറഞ്ഞു കഴിയുമ്പോ ആ സ്ത്രീ ഇപ്പൊ പറയേ, നിങ്ങൾ പബ്ലിക്കിലേക്ക് വീഡിയോ ഇടുമ്പോ ഞങ്ങളത് റിയാക്ട് ചെയ്യും എന്ന് പറയും. ഞങ്ങൾ പബ്ലിക്കിലേക്ക് വീഡിയോ ഇടുന്നത്. ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ വാങ്ങിയ ഫോൺ, ഞാൻ റീചാർജ് ചെയ്ത നെറ്റ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്നുള്ളത്. ഞങ്ങൾ വാങ്ങിയ ഫോൺ ഞാൻ റീചാർജ് ചെയ്യണത്, എന്റെ കാശ് കൊണ്ട് റീചാർജ് ചെയ്യണത്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവരുടെ ലൈഫിൽ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനോ ഞങ്ങൾ ഇന്നുവരെ നിന്നിട്ടില്ല. ഞങ്ങള് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷം. അതെ, ഞങ്ങൾ അങ്ങനെയല്ലോട്ടോ പഠിപ്പിച്ചത്. 4 വർഷമായിട്ടാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു 5 lakh എത്രയുണ്ട് വെച്ചാ 5,75,000 ഞാൻ പറയാം 5,73,336 5,73,336 കേട്ടോ. ഇത്രയും സബ് നമുക്കുണ്ട്. നമ്മൾ അവരോടൊക്കെ ഭയങ്കര താങ്ക്ഫുൾ ആണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ 5,73,000 പേരില് അവർ പറയട്ടെ, നമ്മൾ ഇന്നേ വരെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ ആരുടെയെങ്കിലും ഫാമിലിയിലേക്ക് എത്തി നോക്കാനോ, ഒരാളുടെ ഫാമിലിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനോ, ഒരാളുടെ ഫാമിലി ചിന്നിച്ചിതറുന്ന രീതിയിൽ സംസാരിക്കാനോ ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ ഒരു മോൻ സ്വന്തം അപ്പനെ ഒന്ന് ചവിട്ടിന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ എന്തൊക്കെയാ അതിൽ വിളിച്ചു പറയണേ. ഒരമ്മ എന്ന നിലയിൽ എനിക്ക് കേട്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അത് എന്റെ കയ്യിൽ നിന്ന് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയില്, നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോയില് താഴെ വന്നേ ഇതേപോലത്തെ കുറച്ച് തേർഡ് റേറ്റ് ആയിട്ടുള്ള കമന്റ്സിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നെഗറ്റീവ് കമന്റ്സിന് റിയാക്ട് ചെയ്യാത്ത വ്യക്തിയാണ്. റിയാക്ട് ചെയ്താലും പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്, അതിനകത്ത് വന്ന കമന്റ്സ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അതിനകത്ത് എത്രയോ കമന്റ്സ് ഉണ്ടായിരുന്നു. കൊച്ചിനെ മോശം പറഞ്ഞു, കണ്ണിൽ മത്ത ഊത്തിണ്ടാവും. ഞാൻ കുറെ കമന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം പൊട്ടക്കണ വെച്ചോണ്ടിരിക്കുന്നത് കാണാൻ പറ്റുള്ള മനസ്സിലാവില്ല. ഞാൻ കുറെ കമന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കായി. എനിക്ക് ഇമാതിരി കമന്റ്സ് ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഞാൻ കുറെ കമന്റ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഇഷ്യൂ വേണ്ട എന്ന് വിചാരിച്ചിട്ട്. എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ റിപ്ലൈ കൊടുത്തതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഞാൻ റിപ്ലൈ കൊടുത്തതിന് താഴെ വന്നൊരു കമന്റ് ആണ്, ഓഹ് ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ സംസാരിക്കോ? ഞാൻ മോശമൊന്നല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ആ കൊച്ച് എന്ത് ചെയ്തു എന്നുള്ളതിന് ഞാൻ വിശദീകരിച്ച് ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. അതിന് താഴെ വന്നതാണ്, ഈ പെണ്ണ് ഇങ്ങനെ സംസാരിക്കുവോ? എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടമല്ല, അതായത് എന്നെ ഇഷ്ടമല്ല എന്ന്. അപ്പൊ ഞാൻ എന്ത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാലും ഓംബ്ര എന്നും പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടും. നമ്മൾ തിരിച്ചെന്തെങ്കിലും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇത് നിങ്ങൾ കുറെ ചോദിക്കാറില്ലേ, ചേട്ടന് ദുബായ് നിർത്തി നാട്ടിൽ പോക്കൂടെ, യൂട്യൂബിലെ ഫേസ്ബുക്കിലാണ്, ഇതാണ് പോവാത്ത. കണ്ട അലവലാദികൾ പറയണത് മൊത്തം കേട്ടുകൊണ്ട് പഴം കിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയാം ഈ അലവലാദികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണെന്ന്. ഒരിക്കലും അല്ല ഗൈസ്. ഈ സബ്സ്ക്രൈബേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീയെ പോലെ വളച്ചൊടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു വരുമ്പോ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ പറ്റിയാണ് കേട്ടോ, ഈ അലവലാതിത്തരമാണ് എന്ന്, അലവലാദികളാണ് എന്നൊക്കെ ഇവര് പറയുന്നേ. നിങ്ങൾക്ക് നാണമുണ്ട് ഇവരെ സബ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് നാണമുണ്ട് ഇവരുടെ വീഡിയോ കാണാൻ, ലൈക്ക് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് സബ്സ്ക്രൈബേഴ്സിനെ നമ്മളെ തമ്മിൽ കുത്തിത്തിരിപ്പുണ്ടാക്കും. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ആരുടെയും കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാനോ ദ്രോഹിക്കാനോ ഒന്നിനും ഞങ്ങൾ ഇന്ന് വരേക്കും നിന്നിട്ടില്ല. നമ്മള് നമ്മുടെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ബിസി ലൈഫാണ്. നമ്മള് ഇതിന്റെ ഇടയിൽ ഇവളെ പോലെ ആരാന്റെ വളിക്ക് വിളിയേക്കാൻ ഇവിടെ നേരമില്ല. ഒന്നാമത്തെ കേസ് നേരമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്, പിള്ളേരെ കാര്യം നോക്കാനുണ്ട്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഇവള് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഷോർട്സ് പോലും മര്യാദ കിട്ടണില്ല. ഓക്കെ, അതെങ്കിലും ഇട്ടിട്ട് പോയിട്ടിരുന്ന ആളാണ് നമ്മൾ. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ സ്ത്രീ അതിൽ പറഞ്ഞൊരു കാര്യം ഉണ്ട്, ചേച്ചി മോണിറ്റൈസേഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ കുറെ ഡോളർ ഇങ്ങനെ കുലുങ്ങി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിലുള്ളവർക്ക് മനസ്സിലാവും, നമ്മളൊരു ലോങ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഡോളർ കെട്ട് കണക്കിന് കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ 2 മിനിറ്റ് 3 മിനിറ്റ് ഉള്ള ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പൈസ അല്ലെങ്കിൽ 1 രൂപ 2 രൂപ എന്നൊക്കെ പറയണ ആ ഒരു ഡോളറൊക്കെ കയറി വ്യൂസ് അനുസരിച്ചാണ്. വ്യൂസ് അനുസരിച്ചാണ് കാശ് കയറുന്നത്, അല്ലാണ്ട് നമ്മൾ എത്ര വീഡിയോ ഇടുന്നത് അനുസരിച്ചല്ല. ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ഈ സ്ത്രീ ചെയ്യുന്നുണ്ടല്ലോ, അയൽക്കൂട്ടം ബിസിനസ് ചെയ്യുന്നില്ലേ, ആ സ്ത്രീ ചെയ്യുന്നത് എന്താ, ഏതെങ്കിലും ഒരു ഫാമിലി കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചകഞ്ഞിങ്ങനെ എടുക്കും. ഇത്രയും നാളും തനി മലയാളിനെ പൊക്കിക്കൊണ്ട് നടന്ന ആളാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്പനിയിൽ കണ്ടതാണ്, തനി മലയാളിയുടെ നല്ല അമ്മ ചമയൽ ഫ്ലോപ്പ് ആയിരുന്നു അങ്ങനെ പറഞ്ഞില്ലേ. ഇവരുടെ കമ്പനിയിലാണ് ഏറ്റവും വിറ്റിട്ടോ. എല്ലാ ഫാമിലി വ്ലോഗും കാണും, എന്നിട്ട് ചുഴുന്നിങ്ങനെ നോക്കും അവിടെ എന്താ മിസ്റ്റേക്ക്, അവിടെ എന്താ മിസ്റ്റേക്ക്. കാരണം അത് വെച്ച് ഒക്കെ അരി പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതെന്റെ ഭാര്യയാണ്, ഇവൾ എന്നോട് നാളെ ചോദിക്കുകയാണ് ഞാൻ കണ്ടന്റ് വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തിരുന്നു വെച്ചാൽ ഞാൻ പറയും ചെയ്തിട്ട് വീട്ടിൽ പോക്കോളാൻ പറയും. കണ്ടവന്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കിയിട്ട് ഇവിടെ അരി വാങ്ങേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയും. ഇവക്ക് ഭർത്താവുണ്ടോ അപ്പനുണ്ടോ അമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇതൊക്കെ പണിക്ക് വിടുവോ? കുറച്ചെങ്കിലും മാന്യമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പണിക്ക് വിടും. നിന്റെ കെട്ടിയോ വേറെയുള്ളവരാണെങ്കിൽ പറയേ ഒരു കണ്ടവന്റെ വിഴുപ്പ് ചോന്നിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. നിനക്ക് ആരോഗ്യം ഉണ്ടോ, പണിയെടുത്തോ, പൈസ ഉണ്ടായിക്കോ. അല്ല കണ്ടവന്റെ വിഴുപ്പ് എടുത്തു അവരതിനാണോ നീ പൈസ ഉണ്ടാക്കുന്നത്? നിനക്ക് നാണുണ്ടോ? ഗൈസ്, പിന്നെ ഇവള് അതിൽ ചോദിച്ചു മെയിൻ കേസ് അനീഷിന്റെ ഫാൻറ്റസ് ഉണ്ടോ, അനീഷിന്റെ അപ്പനും അമ്മ എവിടെ, അവരെ കാണാനില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് അപ്പനുണ്ടോ, നിനക്ക് അമ്മയുണ്ടോ, നിനക്ക് മക്കളുണ്ടോ, നിനക്ക് ഭർത്താവുണ്ടോ, അവരെവിടെ നിന്റെ വീഡിയോയില്? റിയാക്ഷൻ ബ്ലോഗർ ആയിരുന്നില്ലേ? അതെ അല്ലെ, അതേപോലെ എല്ലാ റിയാക്ഷൻ ബ്ലോഗറൊന്നും ഇതില് കടത്തിപ്പെടുത്തണില്ല. അപ്പൊ നിനക്ക് നിന്റെ ഫാമിലിനെ കൊണ്ടുവരാൻ താല്പര്യമില്ല അല്ലെ എന്ന് പറയണ പോലെ എന്റെ ഫാമിലിയിൽ ഇപ്പൊ 100,000 ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഇത് എനിക്ക് സോൾവ് ചെയ്യാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ നിന്നോട് ഒന്ന് പറഞ്ഞാൽ നീ സോൾവ് ചെയ്യോ? അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് സോൾവ് ചെയ്യോ? ഇല്ലല്ലോ. എനിക്ക് എന്റേതായ പ്രൈവസി ഉണ്ട്. എന്റെ ഫാമിലി എവിടെ, എന്റെ ഫാമിലി ഒന്ന് കൊണ്ടുവരാത്തേ, അതിന് എന്റേതായ റീസൺസ് ഉണ്ടാവും. അതെല്ലാം ഇവിടെ നിന്ന് കൊട്ടി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായ? നീ ആരും ഇതൊക്കെ നിന്നോട് പറയാൻ? മജിസ്ട്രേറ്റ് ഇവിടുത്തെ അതിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, അനീഷെ പാരന്റ്സിനെ നോക്കാത്തത് ആരാണ്, പാരന്റ്സിനെ പിള്ളേരെ കാണിക്കാത്തത് ആരാണ് അനീഷെ എന്ന്. ഈ പാരന്റ്സിന് ചെലവിന് കൊടുക്കണതും പാരന്റ്സിനെ നോക്കണതും ഈ ഒരു ലേബലുള്ള ഈ അനീഷ് എന്ന വ്യക്തി തന്നെയാണ്. അല്ലാണ്ട് കരക്കാരോ അല്ലെങ്കിൽ ഈ ആളുടെ പാരന്റ്സിന്റെ അതെ. എടോ കുറച്ചെങ്കിലും കോമൺ സെൻസ് വെച്ചിട്ട് സംസാരിക്കുക. ഇങ്ങനത്തെ തനിക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടച്ചു വെക്കുക. എല്ലാവരുടെയും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവും. തന്റെ ഫാമിലിയിൽ ഇഷ്യൂ ഇല്ലാന്ന് തനിക്ക് ഉറപ്പുണ്ടാവും. ഇല്ലാണ്ട് മാനത്തുനിന്ന് പൊട്ടിമുളക്കൊന്നുമില്ലല്ലോ. വീഡിയോ വരാത്തത് എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ അന്വേഷിച്ചാണ് ചെയ്യുന്നത്. അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? അപ്പോ താൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. താനും ഒരു സ്ത്രീയാണ്, ഞാനും ഒരു സ്ത്രീയാണ്. നമ്മൾക്ക് ഫാമിലി വൈസ് ആകുമ്പോൾ ഇപ്പൊ ഹസ്ബൻഡിന്റെ ഫാമിലി ആയാലും ഇപ്പൊ നാളെ വൈഫിന്റെ ഫാമിലിയിലായാലും ഇഷ്യൂസ് ഉള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇപ്പൊ ഈ പ്രണവ് കൊച്ചു പ്രവീൺ മൃദുല ഒരു പ്രാവശ്യം ഭയങ്കര കോൺട്രവേഴ്സി നടന്ന ഒരു സംഭവമായിരുന്നു. അവര് അവരുടെ ഫാമിലിയിൽ ഉണ്ടായ ഒരു ഇഷ്യൂ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് പബ്ലിക്കിൽ എല്ലാവർക്കും അറിയാം എന്താണ് അന്ന് നടന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അവരുടെ കുഞ്ഞിനെ അവര് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല അതൊരു ചോദ്യമല്ല. അതേപോലെ തന്നെ
ചിലപ്പോ ഉണ്ടാവാം, നമുക്ക് ഇഷ്യൂസ് ഉണ്ട്. ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും പറയാൻ താല്പര്യമില്ല. നമുക്കത് അതെന്റെ ഇഷ്ടമല്ലേ. അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. നമുക്കത് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂ എന്താന്നുള്ളത് അറിയില്ല, അറിയിക്കാനൊട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കരുതി ഞങ്ങൾക്ക് ഇഷ്യൂ ഇല്ല എന്നോ ഞങ്ങള് മനഃപൂർവ്വം ആ പാരന്റ്സിനെ കാണിക്കാത്തതാണെന്നോ ചിന്തിക്കുന്നത് തെറ്റാണ്. അറിയാത്ത കാര്യങ്ങൾ ദൈവത്തോർത്ത് സംസാരിക്കരുത് നിങ്ങൾ. ഇപ്പൊ ഈ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഞാൻ വീണ്ടും എടുത്തു പറയാണ്, റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാവരെയും ഞാൻ ഈ ഒരു ഗണത്തിൽ ഞാൻ കൂട്ടുന്നില്ല. റെസ്പെക്ട് ചെയ്യുന്നവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അവരോട് പറയേണ്ട ഒരൊറ്റ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ റിയാക്ഷൻ വ്ളോഗ് ചെയ്തോ, പക്ഷെ ഇപ്പൊ ഈവൻ ഞങ്ങളുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എന്താണ് ഈ വീഡിയോന്റെ പിന്നാമ്പുറം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സീക്രട്ട് എന്താണ് ഈ വീഡിയോന്റെ അടിസ്ഥാനം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സൈഡ് പറയാനുണ്ടോ എങ്കിൽ പറയും. നിങ്ങൾക്ക് ഞങ്ങളുടെ സൈഡും കൂടി ഒന്ന് കേൾക്കാം. അതല്ലാണ്ട് ഒരു 10 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് കയറി നിങ്ങൾ അവിടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അത് വളച്ചൊടിച്ചു ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണത്, അത് ഒട്ടും നല്ലതല്ല. ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല. കാരണം നിങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങൾ മനുഷ്യന്മാരാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്ന വ്യക്തി ഇപ്പൊ നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരേപോലെ ആവില്ല, ഒരാളും ഒരേപോലെ അല്ല. പലർക്കും ഇത് ഒരുപാട് പ്രഷർ താങ്ങാൻ പറ്റാത്ത, എന്നെ ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഒരുപാട് പ്രഷർ താങ്ങാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇവരെന്തുകൊണ്ട് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഒരു ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് നിങ്ങൾ സൈഡിൽ ഒരു 2 മിനിറ്റ് കൊടുക്കും, 10 മിനിറ്റ് നിങ്ങളുടെ ഒരു വലിയൊരു അവതരണം. ആ അവതരണത്തിലാണെന്നുണ്ടെങ്കിലോ 3/4 ഭാഗം നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയേക്കണ കുറേ കാര്യങ്ങൾ. ഇത് ഇവളുടെ കാര്യമാണ്. എനിക്ക് നിങ്ങൾ എന്ത് കോൺട്രവേഴ്സി ഉണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഇവിടെ തുറന്ന കാര്യമല്ല. ഇതുപോലും നിനക്ക് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്റെ കൊച്ചിനെ വന്ന കുറെ കമന്റ്സ് ഉള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ നിനക്ക് ഞാൻ പട്ടിയുടെ വില പോലെ ഞാൻ തരില്ല അവിടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒരേപോലെ ആവില്ല. ചാച്ചന്റെ ആ ഒരു ചാച്ചനുണ്ടാവുന്ന ആ ഒരു മൈൻഡ് കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എനിക്ക് താങ്ങാവുന്ന അത്ര ഉണ്ട്. ആ താങ്ങാവിനപ്പുറം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കാനുള്ള ആ ഒരു ഇത് ചിലപ്പോ ഞാൻ ഹൈപ്പർ ആവും, ചിലപ്പോ ഞാൻ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങളെ പറഞ്ഞാൽ പോലും ഞങ്ങളത് മൈൻഡ് ചെയ്യൂല, അത് എന്തെങ്കിലും പറഞ്ഞു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കുള്ളൂ. പക്ഷെ ഒരു കുഞ്ഞിനെ പറഞ്ഞതുകൊണ്ട് ഒരു അമ്മ എന്ന നിലയിലും ഒരു അപ്പൻ എന്ന നിലയിലും ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും പ്രതികരിക്കും. അത് ഇമാതിരി 3rd rate കമന്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തത് ആ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സ്ത്രീനെ ലേബിൾ ചെയ്ത് സംസാരിക്കുന്നത്. ആ ഒരു സ്ത്രീ ഇത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കേണ്ട ഒരു വിധത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ നമ്മളുടെ മക്കളെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട് പാരന്റ്സ് എന്നുള്ള നിലയിൽ, മറ്റുള്ളവർക്കല്ല. 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അതൊരു 8 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇമാതിരി ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കണ്ണടച്ചങ്ങ് അംഗീകരിക്കും, ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കും. 8 വയസ്സുള്ള ഒരു കൊച്ചാണ് അപ്പനെ കയറി ചവിട്ടിയത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞങ്ങളുടെ പാരന്റിങ് മിസ്റ്റേക്ക് ആണെന്ന് ഞങ്ങൾ അല്ല ചാച്ചാ നമ്മൾ സമ്മതിക്കും. ഇത് 4 വയസ്സ് തികഞ്ഞ് 4 വയസ്സിലേക്ക് കടന്നിട്ടുള്ള കുട്ടി, ആ കൊച്ചിന്റെ അടുത്ത് എങ്ങനെയാണ് നമ്മള് കുട്ടികൾ എന്ന് പറയുന്നത് ഉറങ്ങി എണീക്കുമ്പോ അവരുടെ മൂഡ് എന്താണോ അതുപോലെ ഇരിക്കാൻ അതൊന്നും ഒരാൾക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സത്യം. നമ്മള് ഒരു കൊച്ചിനെ, നമ്മളെ തന്നെ ഒരു ആള് ചുമ്മാ ട്രിഗർ ചെയ്യുമ്പോ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലേ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ആ വീഡിയോയില് 2 മാസം കണ്ടെന്നെ പോകാൻ പറയണേ. എനിക്ക് ആ സമയത്ത് അവനെ തല്ലാനും എനിക്ക് പേടിപ്പിക്കാനും എനിക്ക് ചീത്ത പറയാനും എനിക്ക് താല്പര്യമില്ല ആ സമയത്ത്, മനസ്സിലായില്ലേ. ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ഇവിടെ തന്നെ ഉള്ള സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയും, അടി കൊടുക്കേണ്ട ആവശ്യം വന്നാൽ ചിലപ്പോൾ അടി കൊടുക്കുകയും ചെയ്യും. ഞാൻ കൊടുക്കാറുണ്ട്, ഞാൻ നല്ല അടി കൊടുക്കാറുണ്ട്. ഇനിയിപ്പോ നാളെ അടി കൊടുത്തിട്ടുള്ള വീഡിയോ ഇടാണെങ്കിൽ നിങ്ങൾ അതും പറയും, ഓ നീ ഒരു അമ്മയാണോ, ഇത്തിരി പോകുന്ന കൊച്ചിന് ഇങ്ങനെ ചറപറാന്ന് അടിക്കാൻ നിനക്ക് എന്ത് ധൈര്യം വന്നടി എന്ന് നിങ്ങൾ തന്നെ പറയും. ഈ സ്ത്രീ തന്നെ ചിലപ്പോ അതൊരു കോണ്ടന്റ് ആക്കോട്ടെ, അത് വേറെ കാര്യം. കണ്ടതിന് ക്ഷാമില്ല. ഫാമിലി വ്ലോഗേഴ്സുകളുണ്ട്, കണ്ടതിന് ക്ഷാമില്ലാത്ത ഒരേ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. റിയാക്ഷൻ വീഡിയോ താൻ ചെയ്തോ? എത്ര വേറെ എത്ര സമൂഹത്തിൽ എത്ര കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭർത്താവിന്റെ പീഡനം കാരണം ആത്മഹത്യ ചെയ്തു. അതൊന്നും ഇവർക്ക് കണ്ടന്റേ അല്ല, കണ്ടന്റ്
അതേപോലെ തന്നെ എത്ര പെൺകുട്ടികൾ പീഡനത്തിനിരയായി മരിക്കുന്നു, എത്ര സ്ത്രീകൾ ഈ ഭർത്താവിന്റെ വീട്ടുകാരുടെയും പീഡനം കാരണം ആത്മഹത്യ ചെയ്യുന്നു. എന്ത് ഇതിനൊന്നും റിയാക്ട് ചെയ്യാത്തെ? അത് പറ്റില്ല. നിങ്ങൾ എന്തിനീ മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ കേറിയിട്ട് അവിടെ എന്ത് നടക്കണമെന്നും പറഞ്ഞിട്ട് അവിടെ എന്ത് നടക്കണമെന്നും പറഞ്ഞിട്ട് ചകഞ്ഞു വാരി റിയാക്ഷൻ വീഡിയോ ചെയ്യണത് എന്തിനാ? അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം താൻ ഒരു പച്ചയായ അയൽക്കൂട്ടം സ്ത്രീയല്ല, സ്ത്രീ എന്നുള്ള വാക്കൊന്നും അവർക്ക് കൊടുക്കല, അതൊന്നും അവർക്ക് ചേരും. പച്ചയായ ഒരു അയൽക്കൂട്ടമാണ്. ഇല്ല അങ്ങനെ പറയരുത്. ഒരു പറയലുമില്ല. അവൾ എന്നെ ഫസ്റ്റ് എന്നെ കൊണ്ട് കാണിച്ചു എടി തിന്നാനും കുടിക്കാനുള്ള വീട്ടിൽ ഞാൻ വന്നേക്കണത്, നിന്നെ പോലത്തെ വരദൂടിയല്ല ഞാൻ. മനസ്സിലായ? അപ്പൊ അതാദ്യം മനസ്സിലാക്ക്. തിന്നാനും കുടിക്കാനുള്ള വീട്ടിൽ നിന്ന് ചിലപ്പോ അത്യാവശ്യം കുറച്ച് സൈസും മസിലൊക്കെ ഉണ്ടാവും. അല്ലാതെ പോലെ ആൾക്കാരെ വീഡിയോ എടുത്ത് അവരാധിച്ച കിട്ടുന്ന സാധനമല്ലോ ഇത്. കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ള. മനസ്സിലായ? ഇനിയിപ്പൊ ഇത് ആ സ്ത്രീ എന്തായാലും കോണ്ടന്റ് ആക്കൂട്ടോ, ആക്കിക്കോ, പ്രശ്നമില്ല. അപ്പൊ ആ സ്ത്രീ പറയട്ടോ അനീഷ ആരും ഒതുക്കാനായിട്ട് മറ്റേ IPC സെക്ഷൻ ഇന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ സെക്ഷൻ കൊണ്ടുവരെ. എടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഗലി മൂവ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കോണ്ടന്റ് എടുത്തിട്ട് പബ്ലിക്കിലേക്ക് ഇടുമ്പോ യൂട്യൂബ് പ്രൈവസി പോളിസിയിൽ ഒന്ന് കേറി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ChatGPT-നോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, ഇത് ഞങ്ങൾ ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് തന്നെ നഷ്ടം ഉണ്ടാവുള്ളൂ, പക്ഷെ ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യില്ല, കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് വെറും ചീള് കേസാണ്. ലീഗലി മൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും തന്നെ വേണ്ടേ? ഇത് ഒരു അമ്മയും അപ്പനെന്ന നിലയില് ഞങ്ങളത് കഴിഞ്ഞ വീഡിയോയില് പോലും ഇവളാരാ കട്ടെ ഞങ്ങളുടെ കുട്ടീനെ പബ്ലിക്കിലേക്ക് മോശമായ രീതിയിൽ എക്സ്പോസ് ചെയ്തത് ഈ സ്ത്രീയാണ്. ഈ സ്ത്രീ ഇട്ടതുകൊണ്ട് മാത്രമാണ് പലരും ആ വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതും തെറി വിളിക്കാൻ ഇടയായതും. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ കൊച്ചു പപ്പനെ ചവിട്ടണ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് താഴെ വന്ന കമന്റ്സിന് ഞങ്ങളത് സോൾവ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ഇട്ട് നമ്മളത് അവിടെ തീർക്കണ കാര്യമാണ്. ഞങ്ങളൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി ഇല്ല ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അത് പറഞ്ഞു തീർക്കും. പുറത്തേക്ക് വിടൂല, പുറത്ത് ഈ അയൽക്കൂട്ടത്തിലേക്ക് സംസാരിക്കാനായിട്ട് വിടൂല. മേ ബി അതായിരിക്കും കേട്ടോ ആ സ്ത്രീ അങ്ങനെ നമ്മൾ ഈ പഠിച്ചതേ പാടൂ എന്നൊക്കെ പറയില്ലേ, പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. മേ ബി ഞാൻ ആ സ്ത്രീനെ ഞാൻ ഒട്ടും കുറ്റം പറയില്ല, കാരണം പലരും പല രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ ഞാൻ കുറ്റം പറയാനായിട്ടില്ല. കാരണം ഇതിനെ പറ്റി സംസാരിച്ച് നമ്മൾ വെറുതെ ഒരു കോൺട്രവേഴ്സി കീപ്പ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംസാരിച്ച് വീഡിയോസ് ഇട്ട് കഴിയുമ്പോ കാശ് കിട്ടും കേട്ടോ, അത് വേറൊരു കാര്യം. കാശ് ഡോളർ ഇങ്ങനെ കിട്ടും. നീ നാളെ ഇതും കണ്ടന്റാക്കി വരണേ, പക്ഷെ നീ എത്ര ആഘോഷിച്ചാലും നിന്റെ പേരോ ചാനലിന്റെ പേരോ ഇതിനകത്ത് പറയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിയെന്ന് പറയുന്നു ആ വീഡിയോയിൽ ഒന്നിലും ഇവളുടെ പേരോ ചാനലിന്റെ പേരോ ഞാൻ പറഞ്ഞല്ലേ. മനസ്സിലായി, കണ്ണാട വെച്ചത് ഞാനാണ്, ആ പെണ്ണ് ഞാനാണ്, അവള് ഞാനാണ്. അതില് പറയുന്നുണ്ട് അനീഷ് എന്തായാലും ഞാൻ നിന്റെ പേരല്ലല്ലോ പറഞ്ഞേ, പിന്നെ എങ്ങനെ നിനക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ അനീഷ് ന്യായീകരിക്കാൻ വരും. എടോ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവട്ടോ ഈ വ്യക്തി ആരാന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കിയാലും മനസ്സിലായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ വായന ഈ ചാനലിൽ കൂടെ തന്റെ പേര് പറയില്ല, കാരണം അതിനുള്ളതൊന്നും ചാവണം. നിന്റെ പേര് ചാനലിന്റെ പേര് ഇവിടെ പറയണേ. പിന്നൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ അതില്, എന്റെ ഫാമിലിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അനീഷിന്റെ ഫാമിലിനെ കൊണ്ടുവരാത്തത്, അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എടോ നമ്മള് ശരിക്കും എവിടെയാണോ സമാധാനം അവിടെയാണ് ജീവിക്കുക. ഞാനൊക്കെ എങ്ങനെയാണ് കേട്ടോ. ചാച്ചൻ എങ്ങനെയാ? എനിക്ക് എന്റെ കുടുംബം സമാധാനം, സന്തോഷം. അതെ, നമ്മൾക്ക് സമാധാനം തരുന്നവര് ആരാണോ അവരെ നമ്മൾ ചേർത്ത് പിടിക്കും. ഞാൻ അങ്ങനെയുള്ളൂ. അതല്ലാത്തവരെ ഞാൻ ഒഴിവാക്കി വിടും. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഞാൻ ഒഴിവാക്കി വിടും. അതെന്തോ ആയിക്കോട്ടെ. അത് നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് അനീഷ് പാരന്റ്സ് അത് ഇതൊക്കെ നെവർമൈൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു തീർത്ത കാര്യമാണ്. തനിക്ക് ഒരു മാന്യമായിട്ടൊരു കാര്യം ചോദിക്കാമായിരുന്നു. ഞങ്ങൾക്ക് ഇൻസ്റ്റ അക്കൗണ്ട് ഉള്ള കാര്യം തനിക്കറിയാലോ. ഇനി പറയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച കള്ളായി മാറും. അതൊന്നും പറയില്ല. തനിക്ക് ജസ്റ്റ് എന്നോടെങ്കിലും ചോദിക്കായിരുന്നു എന്താണ് ഈ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത്. തനിക്ക് എന്നോട് ചോദിക്കായിരുന്നു, മാന്യമായിട്ട് ഞാൻ പറയുമായിരുന്നു ഇന്ന പോലെയാണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത്. എന്നിട്ട് താനൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും ആ സ്ത്രീ കാണിച്ചല്ലോ എന്നുള്ളത്.
ഗൈസ് അപ്പൊ എനിക്ക് പറയാനുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ മോള് റിയാക്ഷൻ വീഡിയോസ് ചെയ്യണവരെ കണ്ട് പഠിക്കണം. ഓക്കെ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താ, അല്ലെങ്കിൽ ഇതിന്റെ മോശാവസ്ഥ എന്ത് കണ്ട് പഠിക്കണം. എന്നിട്ട് വേണം നീ ചെയ്യാൻ. അല്ലാതെ കെറ്റവും ചത്താലും വേണ്ടില്ല, നാത്തൂന്റെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറഞ്ഞ പോലെ ആരുടെ കണ്ടന്റ് കീറി മുറിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കാശ് കിട്ടിയാൽ മതി എന്നുള്ള നിന്റെ ധാരണയില്ലേ, അത് മാറ്റിയെടുക്കേണ്ട മാറ്റിയെടുത്ത സമയം സമയത്ത് അതിക്രമിച്ചു. എങ്കിലും മറ്റുള്ള കുടുംബത്തേക്ക് ഒരു തലയിടുമ്പോൾ ആലോചിക്കണം, നീ ആരാന്ന്. നീ ആരാ? അയൽക്കൂട്ടം അമ്മായി. അയൽക്കൂട്ട അമ്മായി, അതാണ് നീ. ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പോസ് ആയത് അയൽക്കൂട്ട അമ്മായിയാണ്. അപ്പോ ഇത്രയുള്ള വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പൊ താനാണ് ഞങ്ങളുടെ കുട്ടിക്ക് ഇതേപോലെ ഒരു ബാഡ് ഇമേജ് പബ്ലിക്കിലേക്ക് എത്തിച്ചത്. പക്ഷെ താൻ ചെയ്തൊരു തെറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മോനെ വളരെ മോശം പറഞ്ഞ ഒരു വീഡിയോന്റെ കമന്റിന് താൻ ലൈക്ക് അടിച്ചു. താൻ ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. നിങ്ങൾ നെഗറ്റീവ് കമന്റ്, ഞങ്ങൾക്ക് വരുന്ന പോസിറ്റീവ് കമന്റ് ഡിലീറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തനിക്ക് ആ ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യായിരുന്നു. പക്ഷെ താൻ അത് ചെയ്തില്ല, താൻ അതിന് പകരം ലൈക്ക് അടിച്ചു. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ചിന്താഗതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ വരെ പൊന്നോ ദേവന്